ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ കോർപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ശമ്മാശന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, അരനൂറ്റാണ്ട് മുൻപ് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ, പരമാധ്യക്ഷൻ ആയിരുന്ന പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഓർമ്മ പെരുന്നാളും കൂടിയാണിന്ന്. 3 പരിശുദ്ധ കാതോലിക്കമാരാണ് ഈ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മലങ്കര സഭ നെഞ്ചിലേറ്റി ആദരിക്കുകയും ബഹുമാനിക്കുകയും വിധേയപ്പെടുകയും ചെയ്ത ഒരു മഹാപരിശുദ്ധ പിതാവാണ് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി എന്ന് നമുക്കറിയാം. ഇപ്പോഴേ ഒരു 75 വയസ്സ് മുകളിലുള്ളവർക്ക് മാത്രമായിരിക്കും തിരുമേനിയുമായി ബന്ധപ്പെട്ടു എന്ന് പറയാൻ തക്കവണ്ണം സാധാരണഗതിയിൽ സൗകര്യമുണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ദേവലോകത്തിന് ചുറ്റുമുള്ള ആർക്കെങ്കിലുമൊക്കെ താമസിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ തിരുമേനിയെ കൂടുതൽ സമയം കാണാനോ ബന്ധപ്പെടാനോ അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കാം. സാധാരണഗതിയിൽ ഒരു 75-80 വയസ്സ് ഉള്ളവർക്കായിരിക്കും തിരുമേനിയെക്കുറിച്ച് കൂടുതൽ ഇടപഴകി അനുഭവസ്ഥരായിട്ട് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇന്ന് സാധിക്കുകയുള്ളൂ. പക്ഷേ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യം വിശ്വാസികൾക്കൊരു വലിയ വികാരമായിരുന്നു. 35 വർഷക്കാലം കാതോലിക്ക സ്ഥാനവും 29 വർഷക്കാലം മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനവും ഒക്കെ വഹിച്ച് സഭയുടെ ഉയർച്ചയും താഴ്ചയും വ്യക്തമായി അളന്നു കുറിച്ച് അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ പിതാവ്. ആ പരിശുദ്ധ പിതാവിൻ്റെ ജീവിത രഹസ്യം അഥവാ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് ഇന്നുവരെയും നമുക്ക് ലഭിച്ചിട്ടുള്ള സാക്ഷ്യവും അറിവും ഒക്കെ ആ പരിശുദ്ധ പിതാവിനെ ദൈവത്തോടുള്ള ആലോചനയും ദൈവവുമായുള്ള ഇടപഴകലുമായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പന ഇപ്പോഴൊന്ന് ഇരുന്ന് ഗൗരവമായിട്ട് വായിക്കുമ്പോൾ അറിയാം, ആ കാലഘട്ടത്തിലുള്ള സാമൂഹ്യ ആധ്യാത്മികമായ വ്യവസ്ഥിതിയും ഇന്ന് നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ നാം ഇന്ന് കടന്നു പോകുന്ന ആത്മീയ വ്യവസ്ഥിതിയും ആത്മീയ സാഹചര്യങ്ങളുമൊക്കെ അന്ത്യകൽപ്പന വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ തിരുമേനി അതിലെ കുറിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം കാണാം. എന്നിരുന്നാലും അദ്ദേഹം ദൈവവുമായുള്ള ബന്ധം അഗാധമായിരുന്നു. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സഭയെ നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ പോരായ്മയായിട്ട് നമ്മൾ സ്വയം കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പരിശുദ്ധ പിതാവിൻ്റെ കാലത്ത് തോൽവിയുടെ ആഴം കണ്ട പിതാവാണ്. വിജയത്തിൻ്റെ കൊടുമുടിയിൽ ചെന്നെത്തിയ പിതാവാണ്. 1958 പരിശുദ്ധ സഭയുടെ സമാധാനം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കാതോലിക്ക മംഗളം ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 7-8 ശീലുകൾ 8, 10, 12 ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ആരാണ്, ജനമനസ്സുകളിൽ അദ്ദേഹം ആരായിരുന്നുവെന്ന് വളരെ കൃത്യമായി ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണെങ്കിൽ CP ചാണ്ടി സാറാണ് ആ ഗാനം രചിച്ചിട്ടുള്ളത്. കാതോലിക്ക സിംഹാസനത്തിലെ ആടുകളുടെ ഇടയൻ, ഒരുപാട് സങ്കല്പങ്ങൾ അതിലുണ്ട്. അതൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളാണ്. ആരും
എഴുതി വെച്ചതോ എഴുതി പിടിപ്പിച്ചതോ അല്ല, അതൊന്നും വെച്ചുകെട്ടായിരുന്നില്ല. അപ്പോൾ അഗാധമായ ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ആലോചന, അതുപോലെ തന്നെ സകലമാന മനുഷ്യരെയും കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം അദ്ദേഹത്തിന് നൽപരമായി കൊടുത്തിരുന്നു. ഏത് ഉന്നതനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നും പറയാനില്ലാതെ അദ്ദേഹം പറയുന്നത് ശിരസാ വഹിച്ച് കേട്ട് അനുസരിക്കുവാൻ മാത്രമേ ഏതൊരു വ്യക്തിക്കും കഴിയുമായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അക്രൈസ്തവരായിരുന്നാലും കൊള്ളാം, സ്വന്തം സഭയിൽപ്പെട്ടവരായിരുന്നാലും കൊള്ളാം, ഏത് വിധത്തിലുള്ളവരായിരുന്നാലും കൊള്ളാം, ഏത് തലത്തിൽ വന്നിരുന്നവരായാലും കൊള്ളാം. കോട്ടയം ജില്ലാ കലക്ടറൊക്കെ എത്ര വിനീതദാസനെ പോലെയാണ് തിരുമേനിയുടെ അടുത്ത് ഇടപെട്ടിട്ടുള്ളത്, പെരുമാറിയിട്ടുള്ളത് എന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ശിരസ് നമിച്ച് തിരുമേനിയിൽ നിന്ന് ആശീർവാദം വാങ്ങിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോകൾ കണ്ടിട്ടുണ്ട്. കോട്ടയം ജില്ലാ കലക്ടർ ആ കാലഘട്ടത്തിൽ ഒരു IAS എന്ന് പറഞ്ഞാൽ ആരാണ്? സമൂഹത്തിൽ ഒരു ഭരണാധികാരിയാണ്, ലൗകികമായ ഭരണാധികാരമുള്ള ഒരു മഹാവ്യക്തിയാണ്. പക്ഷേ തിരുമേനിയുടെ മുമ്പിൽ ഏറ്റവും വിനീതനെ പോലെ നിൽക്കുവാൻ തക്കവണ്ണമുള്ള തേജസ് തിരുമേനിയിൽ അവർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിശുദ്ധന്മാരുടെ സാന്നിധ്യമാണ്, അവരുടെ ജീവിതമാണ് മലങ്കര സഭയുടെ വഴികാട്ടിയായി നമുക്ക് എന്നും ഉണ്ടാകേണ്ടത് എന്നുള്ളതും മറന്നുകൂടാ. പരിശുദ്ധ ഗീവർഗീസ് ദിയം ബാവ തിരുമേനിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാഴ്ത്തിപ്പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ പ്രശ്നം നമുക്ക് തീരുമോ? ആ ജീവിതത്തിൽ നിന്ന് എന്താണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും അത് നമുക്ക് പൂർണ്ണമായി അനുകരിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിനായുള്ള ആഗ്രഹവും പരിശ്രമവുമല്ലേ നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ നമുക്ക് കരണീയമായിരിക്കുന്നത്. കൃത്യമായ കർമാനുഷ്ഠാനങ്ങൾ, കൃത്യമായ പ്രാർത്ഥനകൾ, തപസ്സുകൾ, നോമ്പുകൾ, അനുഷ്ഠാനങ്ങൾ, കുമ്പിടിയിലുകൾ, വിശുദ്ധ കുംഭസാരം, എന്തെല്ലാം കാര്യങ്ങളാണ് തിരുമേനി അനുഷ്ഠിച്ചിരുന്നത്. അതിനൊന്നും യാതൊരു നീക്കുപോക്കുമില്ല. അതിനെ നീക്കുപോക്ക് വേണമെന്ന് ആർക്കെങ്കിലും അദ്ദേഹത്തോട് പറയാൻ ധൈര്യമുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ തിരുമേനി സിംഹഗർജനം പോലെ പൊട്ടിത്തെറിച്ച് എന്തെല്ലാം വാക്കുകളാണ് തിരുമേനി അന്നേരം ഉച്ചരിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേസമയം നിഷ്കളങ്ക ഭാവത്തോടെ സർവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ വലിപ്പവും അത് തന്നെയാണ്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മലങ്കര സഭയുടെ ഒരു നക്ഷത്രം പോലെ വിദ്വാൻമാർക്ക് ബേത്ലഹേമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ആകാശവിധാനത്തിൽ പൊട്ടി വിടർന്ന നക്ഷത്രത്തെ പോലെ മലങ്കര സഭയെ ഏറെ പതിറ്റാണ്ടുകൾ നയിച്ച, വിശുദ്ധിയുടെ പാതയിലൂടെ നയിച്ച ഒരു പിതാവിൻ്റെ ഓർമ്മയാണ് നമ്മളിവിടെ നടത്തുന്നത്. ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ മാത്രമല്ല നമ്മളിവിടെ നടത്തുന്നത്, നമുക്കറിയാം. അതുപോലെ താപസനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ ബാവ തിരുമേനി, അതുപോലെ സഭയെ ധീരമായി നയിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി, ഈ പിതാക്കന്മാരുടെയൊക്കെ ജീവിത ശൈലിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മലങ്കര സഭയുടെ വെള്ളി നക്ഷത്രങ്ങളായിരുന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെ ഉറവിടമെന്ന് നമുക്ക് കൂടുതൽ പറയാൻ തക്കവണ്ണം ഇടയാകുന്നത് പരിശുദ്ധ ഗീവർഗീസ് ദിയം ബാവ തിരുമേനിയെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഏറെ വർഷക്കാലം അദ്ദേഹം പരിശുദ്ധ സഭയെ നയിച്ചു, നമ്മെ ദൈവത്തെ പകർന്നു തന്നു എന്ന് വേണം പറയാൻ.
2-3 ദിവസം മുമ്പ് ഇവിടെ ഒരു അപൂർവ സമ്മേളനം നടത്തിയിരുന്നു. തിരുമേനിയിൽ നിന്ന് ഏതെങ്കിലും ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. ഏകദേശം ഒരു 10-50 പേരോളം വന്നെന്ന് എൻ്റെ വിചാരം. ഒന്നുകിൽ അവർ തിരുമേനിയുടെ കൈകളാൽ മാമോദിസ മുക്കപ്പെട്ടവരായിരുന്നു, തിരുമേനിയുടെ കൈകളാൽ വിവാഹം നടത്തപ്പെട്ടവരായിരുന്നു, തിരുമേനിയുടെ കൈകളാൽ മദ്ബഹായിലേക്ക് പ്രവേശിക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഒരുപാട് കരസ്പർശമേറ്റിട്ട് തിരുമേനിയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച ഏതാനും പേരെ അന്വേഷിച്ച് കണ്ടെത്തി വിളിച്ചു വരുത്തി ആദരിക്കുകയുണ്ടായി. അവരൊക്കെ അത് ഏറ്റുവാങ്ങുമ്പോൾ എന്തുമാത്രം ആത്മനിർവൃതിയാണ് അവിടെ അനുഭവിച്ചത് എന്ന് ഞങ്ങൾ ചിലരൊക്കെ കണ്ടു. അത് ഞാൻ പറയുന്നത്, ഈ പരിശുദ്ധ പിതാവ് നമ്മുടെ മനസ്സിൽ എന്നും പച്ച പിടിച്ച് നിൽക്കുകയാണ്. തിരുമേനി ഒരാളെ ശാസിച്ചുവെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് ഒരാളെ ശാസിച്ചാൽ അവൻ ശത്രുവായിട്ട് മാറും, പിന്നെ അവൻ്റെ പൊടി കാണില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഗീവർഗീസ്യം ബാവ തിരുമേനി ഏറ്റവും കൂടിയ ചീത്തവാക്ക് ചെകുത്താനി എന്നൊക്കെ ആയിരിക്കും. ചപ്പേ ചൂല എന്നൊക്കെ സാധാരണ പറയുമെന്നാണ് കേട്ടിരിക്കുന്നു. ആ ചൂലിനേക്കാളൊക്കെ വലുതാണ് ശൈത്താൻ. പക്ഷേ തിരുമേനി ഒരാളെ ശാസിച്ചാൽ, തിരുമേനി ഒരാളോട് ദേഷ്യപ്പെട്ടാൽ, ആ ദേഷ്യം അല്ലെങ്കിൽ ആ കോപം വെള്ളത്തിലെ കുമിള പോലെ അത് നിമിഷങ്ങൾക്കകം ഇല്ലാതാകും. മാത്രമല്ല, അതിന് വിധേയമായവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും കേൾവിക്കാരന് മുത്തുമണികളും അനുഗ്രഹത്തിൻ്റെ വലിയ വലിയ ഒരു ഒരു ലഭ്യതയുമായിരുന്നു അതിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് അന്നത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കുർബാനയിൽ പങ്കെടുക്കാനുമൊക്കെ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈമുത്താനുമൊക്കെ. അത് ഈ കോട്ടയത്തൊന്നും അല്ലാത്തത് കൊണ്ട് എപ്പോഴും നടക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ, നടന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തെ നയിക്കാൻ എളുപ്പമാണ്. ഈ നിയമം കൊണ്ടൊന്നും സഭയെ ഭരിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് വിചാരമില്ല. എന്നാൽ വിശുദ്ധ ജീവിതം ഉണ്ടെങ്കിൽ നിയമത്തിനപ്പുറമായിട്ട്, നിയമത്തിനതീതമായിട്ട് ആരെയും നയിക്കാനും ആരും തിരുമേനിക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാനും സന്നദ്ധമാകും എന്നുള്ളതാണ് വസ്തുത. അത് ധാർമ്മികതയുടെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും ഔട്ട്പുട്ടാണ്. അതിൻ്റെ രഹസ്യം അതാണ്. കൃത്യമായി പ്രാർത്ഥനകൾ നടത്തുന്നു, കൃത്യമായി അനുഷ്ഠാനങ്ങൾ നയിക്കുന്നത്. ആരെയും കാണാനൊന്നുമല്ല, ആരെയും കാണിക്കാനുമല്ല. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ധാർമ്മിക ബലം ശക്തിപ്പെടാനാണ്, ദൈവത്തോടുള്ള വ്യക്തിബന്ധം ബലപ്പെടുവാനാണ്, ദൈവത്തോട് സംസാരിക്കാനാണ്, ദൈവത്തിൽ നിന്ന് കേൾക്കാനാണ്, എടുക്കുന്ന തീരുമാനം ദൈവവുമായി ചർച്ച ചെയ്യാനാണ്. അങ്ങനെയുള്ളൊരു അഗാധമായ ആത്മീയ ബന്ധമാണ് ആ ബലം ആ പിതാവിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ദീർഘമായി പ്രസംഗിക്കുകയല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന സർവർക്കും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാൻ കാണും. അവരുടെ അനുഭവങ്ങൾ പലതും പലരുടെയും പ്രായമുള്ളവരുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം ഇവിടെ പറയാനും പങ്കുവെക്കാനുള്ള സമയമല്ലതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രക്ഷാസങ്കേതം പോലെ, പ്രതിസന്ധികളുടെ നടുവിൽ തിരുമേനിയുടെ വാക്കുകൾ അതുപോലെ കുളിർമ നൽകുന്നത്, അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ തിരുമേനിയുടെ ജ്ഞാനം അതെല്ലാം ഇൻഡ്യൂഷനിൽ നിന്ന്, നമ്മളിപ്പോഴും പറയും ഇൻഡ്യൂഷൻ എന്ന് പറയും, അത് ദൈവികമായ ഒരു ശക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങളാണ്. ആ ശബ്ദത്തിന് വലിയ വലിയ നമുക്കൊന്നും വില കൽപ്പിക്കാൻ ഒക്കുകയില്ല. ആ വിധത്തിലുള്ള ഒരു പിതാവിൻ്റെ ഒരു കനക ജൂബിലിയുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ നടത്തുകയാണ്. ആ പിതാവിൽ നിന്ന്
എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണം. ആ പിതാവിൻ്റെ അന്ത്യകൽപ്പന ഒന്ന് വായിച്ചു നോക്കണം. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുമേനിക്ക് ഇവിടെ ഈ കെട്ടിടത്തിൽ, അത് ഈ അരമന കെട്ടിടം വേഗം ഉണ്ടാകണമെന്നും അതിൽ താമസിക്കണമെന്നും അവിടെ തൻ്റെ അന്ത്യവിശ്രമം കൊള്ളണമെന്നും ഒക്കെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് ചാക്കോപ്പിള്ള ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് ഇത് പണിത് എനിക്ക് തന്നേക്കണം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അതുപോലെയുള്ള ജീവിത വിശുദ്ധി കൊണ്ടാണ് ജനങ്ങളെ അദ്ദേഹം നയിച്ചത്, ആകർഷിച്ചത്. ദൈവമായുള്ള അഗാധമായ ബന്ധം, ആ ബന്ധത്തിന് അനുയോജ്യമായ ജീവിത ശൈലികൾ, അനുഷ്ഠാനങ്ങൾ, തപസ്സുകൾ, നോമ്പുകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ പരിമല തിരുമേനിയിൽ നിന്നും കൂടെ പഠിച്ചതായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുശ്രേഷ്ഠനാണ് പരിമല തിരുമേനി. അപ്പോൾ വലിയ കക്ഷി വഴക്കൊക്കെ ഉണ്ടെങ്കിലും ആ തങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവരോട് പോലും തിരുമേനിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശത്രുതാഭാവമല്ല, സ്നേഹഭാവം തന്നെ മാത്രമായിരുന്നു. അതുമൊക്കെ കുറിച്ച് വച്ചിട്ടുള്ള കാര്യങ്ങളിലെ, വാക്കുകളിലെ, പുസ്തകങ്ങളിലെ നമുക്ക് വരികളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെയുള്ളൊരു പരിശുദ്ധൻ്റെ ഈ മധ്യസ്ഥത നമുക്ക് എന്നും ഉണ്ടാകും. ആ പിതാവിൻ്റെ സ്മരണ മുഖാന്തരമായിട്ട് നാം കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംഹരിക്കുന്നു.